അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, നമ്മുടെ ഇബാദത്തുകളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താണ് ദുആ എന്നുള്ളത്. അദ്ദുആഉ സിലാഹുൽ മുഅ്മിനീൻ എന്നാണ് മുത്തനബി നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ദുആ എന്നുള്ളത് ഒരു മുസ്ലിമിൻ്റെ ആയുധമാണ്. വളരെ പ്രാധാന്യമുള്ള മഹത്വമുള്ള ഒരു ഇബാദത്താണ് ദുആ എന്ന് നാം കാണണം. പലപ്പോഴും നമുക്ക് നിസ്കാരമുണ്ടാകും, ഖുർആനൂത്തുണ്ടാകും, മറ്റുള്ള ദിക്റുകളുണ്ടാകും, സ്വലാത്തുകളുണ്ടാകും. പക്ഷേ ഒന്ന് മനസ്സറിഞ്ഞ് ഒരു 5 മിനിറ്റെങ്കിലും റബ്ബിനോട് തൻ്റെ കാര്യങ്ങൾ, ദുനിയാവിൻ്റെ കാര്യം, ആഖിറത്തിൻ്റെ കാര്യം, കുടുംബത്തിൻ്റെ കാര്യമൊക്കെ മനസ്സു തുറന്ന് പറയാൻ പലപ്പോഴും നമുക്ക് സമയം കിട്ടുന്നില്ല. ആരെങ്കിലും ദുആ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിൽ നമ്മൾ കൂടി കൊടുക്കുന്നു എന്നല്ലാതെ നമ്മളും ഇരുന്ന് സ്വകാര്യമായി റബ്ബിനോട് സംസാരിക്കാനും ദുആ ചെയ്യാനും പലപ്പോഴും നമുക്ക് മടിയാണ്. അങ്ങനായിപ്പോകരുത്. വലിയൊരു ഇബാദത്താണ് ദുആ എന്നുള്ളത്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീസ് കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി പറഞ്ഞു, ലൈസ ഷൈഉൻ അക്റമു അലല്ലാഹി തആല മിനദ് ദുആ. അല്ലാഹു തആലക്ക് ദുആനേക്കാൾ ഏറ്റവും ഇഷ്ടമുള്ളത്, ദുആനേക്കാൾ ഏറ്റവും അല്ലാഹുവിൻ്റെ അടുക്കൽ ബഹുമാനമുള്ളത് വേറെ ഒരു അമലില്ല എന്ന് മുത്തുനബി നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. എത്രമാത്രം ഒരു ഗൗരവമാണ് ദുആന്, അത്രമാത്രം ഗൗരവം ഉള്ളത് കൊണ്ടാണല്ലോ ഇങ്ങനൊരു വാക്ക് മുത്തുനബി നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. മറ്റൊരു ഹദീസിൽ കാണാം, ഒരാൾ അള്ളാഹുവിനോട് ചോദിച്ചിട്ടില്ലെങ്കിൽ, ദുആ ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹു അവനോട് ദേഷ്യപ്പെടും എന്നാണ്. വളരെ ഗൗരവത്തോടു കൂടെ കാണേണ്ട ഒരു വിഷയമാണ്. എന്താണ്? ഒരാൾ ദുആ ചെയ്യുന്ന ദുആ അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹു അവനോട് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അള്ളാഹുവിന് ദേഷ്യപ്പെടലല്ല, അള്ളാഹുവിന് ഏറെ ഇഷ്ടമാണ് എൻ്റെ അടിമ എന്നെ മനസ്സിലാക്കി എന്നോടവൻ ചോദിക്കുന്നുണ്ടല്ലോ എന്ന് റബ്ബിന് വലിയ സന്തോഷമാണ് എന്നത് ഗൗരവത്തോടു കൂടെ കാണേണ്ട ഒരു വിഷയമാണ്. അങ്ങനെ നാം ദുആ ചെയ്യുമ്പോൾ തീർച്ചയായും അതിന് ഫലമുണ്ടാകും. ചിലപ്പോൾ ആ ദുആക്ക് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിലും ദുആ ചെയ്തതിൻ്റെ പേരിൽ അള്ളാഹു പ്രതിഫലം തീർച്ചയായിട്ടും നൽകും. നാം എത്ര ദുആയിരുന്നോ അതിനെല്ലാം അള്ളാഹു പ്രതിഫലം നൽകും. ചിലപ്പോൾ നാം ഉദ്ദേശിച്ചതുപോലെ ആകണമെന്നില്ല. നോക്കൂ, ഒരു ഹദീസിൽ തന്നെ മുത്തനബി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, ഒരാൾ ദുആ ചെയ്താൽ അതിൽ 3-4 കാര്യം ഏതായാലും കിട്ടും. ഒന്നിരിക്കലും ആ ദുആക്ക് ഉത്തരം അള്ളാഹു നൽകുകയായിരിക്കും. അല്ലെങ്കിൽ പലപ്പോഴും അള്ളാഹു അതിന് ഉത്തരം നൽകിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അള്ളാഹുല്ലേ തീരുമാനിക്കുന്നത്, നമുക്കറിയില്ലല്ലോ ഏത് നല്ലത് ഏത് ചീത്തയെന്ന്. അപ്പോൾ ചിലപ്പോൾ അള്ളാഹു ആ ചോദിച്ചത് കൊടുത്തില്ലെങ്കിലും ചിലപ്പോൾ അതിനേക്കാൾ ഖൈറായത് അള്ളാഹു അവനിക്ക് നൽകുമായിരിക്കും. അതിനു വേണ്ടിയാണ് അള്ളാഹു ആ ഉത്തരം പെട്ടെന്ന് ആ ദുആക്ക് അള്ളാഹു ഉത്തരം നൽകാത്തത്. അപ്പോൾ ദുആക്ക് ഉത്തരം അങ്ങനെയും കിട്ടാൻ സാധ്യതയുണ്ട്. ഒന്ന്, അത് തന്നെ കിട്ടുക. രണ്ടാമത്തത്, അല്ലെങ്കിൽ അതിനേക്കാൾ വേറെ ഒരു വിഷയമായിരിക്കും അള്ളാഹു നൽകുക. ഇനി ഇത് രണ്ടും കിട്ടിയിട്ടില്ലെങ്കിൽ 4 ആഖിറത്തിൽ ഈ ദുആ ചെയ്തതിൻ്റെ പേരിൽ പ്രതിഫലമായിട്ട് അള്ളാഹു എന്തെങ്കിലും ഒന്ന് നൽകാതിരിക്കില്ല എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ദുആ ചെയ്താൽ പ്രതിഫലം കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. അതൊരിക്കലും വെറുതെയാവുകയില്ല. അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ളതുകൊണ്ട് ധാരാളം ദുആ ചെയ്യുന്നവരാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.